അടുത്ത വാർത്തയിലേക്ക്. ഒടുവിൽ പരാതിയും കേസും. മലബാർ ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ളയിൽ 8 മാസത്തിനു ശേഷം പരാതി നൽകി മലബാർ ദേവസ്വം ബോർഡ്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി പി വിനോദിനെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു. പോയിൽക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് വഴിപാടായി ലഭിച്ച 34 പവൻ സ്വർണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് എഫ്ഐആർ. സിനോജ് തോമസ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സിനോജ്, മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു സ്വർണ്ണക്കൊള്ള 34 പവൻ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ്. ഇപ്പോഴെങ്കിലും ഇവർക്ക് നേരം വെളുത്തത് നന്നായി. എങ്കിലും ഈ പരാതി നൽകാൻ ഇത്ര വൈകിയത് എന്തുകൊണ്ടാണ് സിനോജ്? ഷിഹാസ്, 8 മാസം മുൻപാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി വിനോദൻ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യാപകമായി പരാതി ഉയർന്നു വന്നത്. അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്തൊക്കെ തന്നെ വഴിപാടായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ കാണുന്നില്ലെന്നാണ് പരാതി വന്നത്. ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ നിന്ന് മാത്രമാണ് പരാതി പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതി വരെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും വിനോദൻ ഒളിവിലായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യാനോ തയ്യാറായിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിൽ പരാതി നൽകാൻ ദേവസ്വം ബോർഡും തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെയാണ് ബാലുശ്ശേരി പോലീസ് വിനോദനെ അറസ്റ്റ് ചെയ്തത്. ബാലുശ്ശേരി കേസിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പോയിൽക്കാവ് ക്ഷേത്രത്തിൽ 34 പവൻ സ്വർണം കാണാതായ സംഭവത്തിലും മലബാർ ദേവസ്വം ബോർഡ് പരാതി നൽകാൻ തയ്യാറായിരിക്കുന്നത്. ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പരാതിക്കാരന്റെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് 2016-23 കാലഘട്ടത്തിലാണ് ഈ ടി പി വിനോദൻ പോയിൽക്കാവ് ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോലി ചെയ്തത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ വഴിപാടായി ലഭിച്ച 34 പവൻ സ്വർണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ അത് തിരികെ ക്ഷേത്രത്തിന് നൽകിയില്ലെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഏതായാലും ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ കേസിൽ അറസ്റ്റിലായ വിനോദിനെ പോയിൽക്കാവ് ക്ഷേത്രത്തിലെ കേസിൽ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കൊയിലാണ്ടി പോലീസ് ഉള്ളത്. ഏതായാലും 8 മാസത്തോളം എടുത്തു മലബാർ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ പരാതി നൽകാൻ വേണ്ടി. അവിടെയുള്ള ക്ഷേത്ര മുൻ ഭാരവാഹികൾ ഉൾപ്പെടെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിശദീകരണം മാത്രമാണ് മലബാർ ദേവസ്വം ബോർഡ് നൽകിയിരുന്നത്. ഇതിനിടയിൽ ആ കേസൊക്കെ തന്നെ ഒത്തുതീർപ്പാക്കാനൊക്കെ തന്നെ ഒരു നീക്കം നടത്തിയിരുന്നു. കാരണം ബാലുശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണത്തിന്റെ ഒരു പങ്ക് വിനോദന്റെ കുടുംബം ദേവസ്വം ബോർഡ് ഏൽപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ബാലുശ്ശേരി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ശരി, സിനോജ് തോമസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.